ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് ഹീസ്ലൻ ഹന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് സലാലയിൽ നിന്നുള്ള നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സലാലയിലേക്കുള്ള ട്രാവലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 4 മണിയായപ്പോഴാണ് നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തത്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഫ്രഷൊക്കെ ആയി നമ്മളിവിടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലം കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെ ഒരു കോക്കനട്ട് ബീച്ചുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു സൂഖ് ശക്തി അൽ ഹഫ എന്ന് പറഞ്ഞ ഒരു സൂക്ക് കൂടിയുണ്ട് ഇവിടെ. അതുകൂടാതെ ഇവിടെ എന്തൊക്കെയോ ഫെസ്റ്റിവൽ കൂടി നടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി നമ്മൾ ഇറങ്ങിയതാണ്. ശരിക്കും ഇവിടെ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ ബീച്ചിലൊക്കെ ചെല്ലുന്ന അതേ ഒരു ഫീലാണ്. ബീച്ചിനോട് ചേർന്ന് തന്നെ ധാരാളം തെങ്ങുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സമയത്ത് ഇവിടെ സലാലയിൽ ഒരു ബീച്ചിലും നമുക്ക് ഇറങ്ങാൻ സാധിക്കുകയില്ല. കാരണം അതുപോലെ കാലാവസ്ഥ ഇതായതുകൊണ്ടും ഭയങ്കര തിരയായതുകൊണ്ടും ബീച്ചിൽ ഇറങ്ങുന്നതിന് ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തിരമാലയുടെ ശക്തിയൊക്കെ. അതുപോലെ തന്നെ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ഒരു മൂടിയിരിക്കുന്ന കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. എന്തായാലും പിള്ളേർ അവിടെ കുറച്ച് നേരം മണ്ണിലൊക്കെ കളിച്ച് അവർ എൻജോയ് ചെയ്തു. ഈ ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞ സൂക്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എന്തൊക്കെയോ ഇവൻറ്റും കാര്യങ്ങളും ഒക്കെ നടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെയും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഖരീഫ് സീസൺ പ്രമാണിച്ച് സലാലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ പല ഇവൻറ്റുകളും നടപ്പുണ്ട്. അവിടെയെല്ലാം കറങ്ങി നടന്നതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ നേരെ എത്തിയിരിക്കുന്നത് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് ഏരിയയിലാണ്. സലാലയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് ഈ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. ഇവിടെ ഇതുപോലത്തെ ധാരാളം ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലും അവർ വിൽക്കുന്നത്. വാഴപ്പഴം, തേങ്ങ, അതുപോലെ തന്നെ ഇളനീര്, കൂടാതെ കരിമ്പ്, അങ്ങനെ ധാരാളം ഐറ്റംസ് നമുക്ക് ഇവിടെ മേടിക്കാൻ സാധിക്കുന്നതാണ്. ഞങ്ങൾ അവിടെ നിന്ന് 2 ഇളനീരൊക്കെ മേടിച്ച് കുടിച്ച് ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിച്ചു. സലാലയിൽ എത്തിയിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ താമസിക്കുന്ന ഈ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ് ഒന്ന് എല്ലാവർക്കും കാണിച്ചു തരാം. ഇത് ഗോൾഡൻ സീസൺ എന്ന് പറഞ്ഞ ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്. നമ്മൾ booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. ഇതൊരു 2 ബെഡ്റൂം ഫ്ലാറ്റാണ്. എല്ലാ സൗകര്യമുള്ള ഒരു നല്ലൊരു ഫ്ലാറ്റാണിത്. ഹാളുണ്ട്, TV യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ 2 വാഷ്റൂമുണ്ട്, കിച്ചണിൽ കുക്ക് ചെയ്യാനുള്ള അത്യാവശ്യം പാത്രങ്ങളും സൗകര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്. ഇതിന് 3 ദിവസത്തേക്ക് ഞങ്ങൾക്ക് ചിലവായത് ഏകദേശം 1500 ദിർഹമാണ്. ഇതുപോലത്തെ ധാരാളം പ്രോപ്പർട്ടീസ് ഇവിടെ സലാലയിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് റിസോർട്ട് ടൈപ്പ് വേണമെങ്കിൽ അങ്ങനത്തെ ഹോട്ടലുകളും ഇവിടെ ഉണ്ട്. റിസോർട്ടിനെയൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റിന് റേറ്റ് താരതമ്യേന കുറച്ചുകൂടെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ നേരെ നോക്കിയാൽ കാണാം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പെട്ടിക്കട പോലത്തെ ഒരു കടയും കാര്യങ്ങളുമൊക്കെ. ഇതിൻ്റെ മേൽഭാഗം എല്ലാം ഓല കൊണ്ടാണ് മേഞ്ഞിരിക്കുന്നത്. ധാരാളം ഫ്രഷ് വാഴക്കലകളൊക്കെ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. രാത്രിയിൽ അത്യാവശ്യം നല്ല മഴ പെയ്തിട്ട് റോഡൊക്കെ മഴയിൽ കുതിർന്ന് കിടക്കുകയാണ്. ഇപ്പോഴും മഴ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ യാത്ര വെസ്റ്റ് സൈഡിലേക്കാണ്. അതായത് യമൻ്റെ ബോർഡറിനോട് അടുത്ത് വരും. ഈ പോകുന്ന റൂട്ടിൽ ധാരാളം സ്പോട്ടുകളുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കി കുറേ സ്പോട്ടുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്പോട്ടിലൊന്നും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കത്തില്ല. ചില സ്പോട്ടുകളിൽ നമുക്ക് 4x4 ഉണ്ടെങ്കിൽ മാത്രമേ ആക്സസ് ഉള്ളൂ. ദൽകൂത്ത് എന്ന് പറഞ്ഞ ഗ്രാമമാണ് ഇതിൻ്റെ ഏറ്റവും അവസാനമുള്ളത്. അതായത് യമനോട് ചേർന്ന് കിടക്കുന്നത്. അവിടം വരെ എത്താൻ ഏകദേശം 150 കിലോമീറ്റർ മുകളിലുണ്ട്. 2.5 മണിക്കൂറോളം നമുക്ക് ഡ്രൈവും ഉണ്ട്. അവിടെ നിന്നും പുറകോട്ട് ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടുപോരാമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്.
എന്തായാലും ഈ ഡ്രൈവ് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ താമരശ്ശേരി ചുരം പോലെ ധാരാളം ഹെയർ പിൻ വളവുകളൊക്കെ ഉള്ള ഒരു റോഡാണിത്. അതുപോലെ തന്നെ ഈ പോകുന്ന വഴി ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. അപ്പോൾ അവരവിടെ നമ്മുടെ ഐഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. മൗണ്ടൻ ഏരിയ വഴിയുള്ള ഈ ഡ്രൈവ് ഒരു വല്ലാത്തൊരു ഫീല് തന്നെയാണ്. പോരുന്ന വഴിയൊക്കെ നല്ല കോടമഞ്ഞുണ്ട്. മുമ്പോട്ട് പോകുന്തോറും അത് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പ്ലാൻ പകുതി വഴി നിർത്തേണ്ടി വരും. കാരണം യാത്ര വളരെ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാം, ഭയങ്കര കോടമഞ്ഞാണ്. നമുക്ക് മുന്നിലുള്ള ഒന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ദൂരം ഓടി തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഷാത്ത് വ്യൂ പോയിന്റ്. നമുക്ക് അവിടുന്ന് ഓരോ ലൊക്കേഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഷാത്ത് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല കോടമഞ്ഞുണ്ട്. നമുക്കൊന്നും കാണത്തില്ലാത്ത രീതിയിലുള്ള മഞ്ഞാണ്. എന്തായാലും നമുക്ക് അവിടെ പോയി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ശരിക്കും ഗൂഗിളിൽ തിരഞ്ഞാൽ ഇതിൻ്റെ നല്ല വ്യൂ ഉള്ള ഇമേജസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടുത്തെ കാലാവസ്ഥ അത്ര നല്ലതല്ലാത്തതുകൊണ്ടും നന്നായി കോടമഞ്ഞ് കയറി കിടക്കുന്നതുകൊണ്ടും നമുക്ക് ദൂരേക്കുള്ള ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങിപ്പോയി സ്റ്റെപ്പ് വഴി പോയി കാണാൻ പറ്റുന്ന ഒരു ഏരിയ ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അവിടെയൊക്കെ പോകാം. സലാല ട്രിപ്പിൽ മസ്റ്റായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഷാത്ത് വ്യൂ പോയിന്റ്. പാറക്കിടയിലൂടെ കുനിഞ്ഞിറങ്ങി വേണം അതിൻ്റെ എൻഡ് പോയിന്റിലേക്ക് നമുക്ക് പോകാൻ. അവരെന്തായാലും അത് സ്റ്റെപ്പൊക്കെ കെട്ടി വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റിക്ക് വേണ്ടി സൈഡ് മുഴുവൻ ഗ്ലാസിൻ്റെ പാനൽ അവർ ചെയ്തിട്ടുണ്ട്. ഈ കോടമഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു ഫീല് കിട്ടിയേനെ. ഇവിടെ ഇറങ്ങടി, ഇവിടെ ഇറങ്ങ. ഇതൊക്കെ നല്ല രസല്ലേ? കണ്ടോ ഇവിടെ ഇനി സ്ലോലി ഇറങ്ങിയത്. ഇവിടെ ഇവിടെ ഇവിടേക്ക് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. ഇവിടെ അധികം അങ്ങ് പുറകോട്ട് വേണ്ട. ഇവിടെ അവിടെ കുനിഞ്ഞു വേണം. ഇങ്ങനെ കുനിഞ്ഞു വേണം. നീ അവിടെ കുഞ്ഞു വേണ്ടി തലയിടിക്കട്ടെ. തല അമ്മയുടെ പേര് ഹേയല്ലേ? അങ്ങോട്ടൊന്നും പോലെ കേട്ടോ. വേണ്ട 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 വേണ്ട. തെന്നി വീഴോടി. ഇല്ലെന്നാ നമ്മളിപ്പോൾ ഷാത്ത് വ്യൂ പോയിന്റിൽ നിന്നും നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിലൊക്കെ നല്ല അത്യാവശ്യം നല്ല കോടമഞ്ഞുണ്ട്. എന്തായാലും ഈ റോഡിലൂടെയുള്ള ഡ്രൈവ് അത് വളരെ ഒരു ഫീല് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ മുന്നോട്ട് പോകുന്ന വഴി ഇവിടെ ഒരു ഹിഡൻ ബീച്ച് വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പം നമ്മളത് കാണാൻ വേണ്ടി കയറുകയാണ്.
ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് ദൂരെ ബീച്ചിൻ്റെ ഒരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ കോടമഞ്ഞുള്ള സമയത്ത് അത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കോടമഞ്ഞ് മാറുന്നതനുസരിച്ച് നമുക്ക് ആ വ്യൂ നന്നായിട്ട് തെളിഞ്ഞു വരും. ഈ ബീച്ചിൻ്റെ ഇച്ചിരി നല്ലൊരു വ്യൂ കിട്ടണമെങ്കിൽ ഇവിടെ ഈ അടുത്തുള്ള ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി അവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നല്ലൊരു അടിപൊളി വ്യൂ ആണ്. അഫോൾ ബീച്ച് എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. നമുക്ക് വേണമെങ്കിൽ ഈ ബീച്ചിലേക്ക് ഇറങ്ങി പോകാനും സാധിക്കും. നിങ്ങളുടെ വണ്ടി ഒരു 4x4 വെഹിക്കിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ബീച്ചിലേക്ക് ഇറങ്ങി പോകാൻ സാധിക്കുന്നതാണ്. അതിന് വേറൊരു റൂട്ടുണ്ട്. അതിന് നമ്മളിവിടെ നിന്ന് നോക്കിയപ്പോൾ ഇത്തിരി കൂടെ കുറച്ച് വണ്ടികളൊക്കെ ഇറങ്ങി പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ അതൊരു വളരെ മനോഹരമായ ഒരു വ്യൂ ആണ്. നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മുക്സൈൽ ബീച്ചിലാണ്. ഇവിടെ തന്നെ നമുക്ക് 2-3 അട്രാക്ഷനുണ്ട്. ഒന്ന് മുക്സൈൽ ബീച്ചുണ്ട്, പിന്നെ അതുപോലെ തന്നെ മർനീഫ് കേവ് എന്ന് പറഞ്ഞൊരു കേവുണ്ട്, പിന്നെ ബ്ലോ ഹോളുണ്ട്. മുക്സൈൽ ബീച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനിലൊന്നാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ധാരാളം വണ്ടികളുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. അതുകൂടാതെ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. സിപ്പ് ലൈൻ ഉണ്ട്, ഹോഴ്സ് റൈഡിങ്, അങ്ങനെ പല ആക്ടിവിറ്റീസും നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ ഇവിടെ 1-2 റെസ്റ്റോറൻറ്റും ഫുഡ് ട്രക്കുകളും ഒക്കെ അവൈലബിൾ ആണ്. ബ്ലോ ഹോളാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ. കടലിൽ നിന്നും തിരയടിച്ച് കയറുമ്പോൾ നമ്മൾ നിൽക്കുന്ന പാറക്കെട്ടിന് ഇടയിലുള്ള ചെറിയ ഹോളുകളിലൂടെ വെള്ളം മുകളിലേക്ക് ശക്തിയായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വെയിറ്റ് ഞാൻ ഒരു വലിയ തരം കേട്ടോ. ബസ്സിൽ കയറുന്നോടി വേണ്ടേ?
നമ്മളിപ്പോൾ മുക്സൈൽ ബീച്ചിൽ നിന്ന് നേരെ എത്തിയിരിക്കുന്നത് ലാമർ മുക്സൈൽ എന്ന് പറഞ്ഞ ഒരു പാർക്കാണ്. ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ കളി ഏരിയകളും അതുപോലെ തന്നെ ഫുഡിൻ്റെ കുറച്ച് ഏരിയ, പിന്നെ ഹോഴ്സ് റൈഡിങ്, അവിടെ ഒരു ലേക്ക് പോലെയുണ്ട്, അവിടെ നമുക്കൊരു ചെറിയ ബോട്ട് റൈഡ്, ഇതൊക്കെയാണ് നമുക്ക് അവിടെ കാണാനുള്ള മെയിൻ കാര്യങ്ങൾ. കുട്ടികൾക്കൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ്. അവിടെ ഇൻഫ്ലേറ്റഡ് പാർക്കാണ്. അപ്പോൾ അതിലൊക്കെ പിള്ളേർക്കൊക്കെ കുറേ സമയം എൻജോയ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇഫ്തിൽകോട്ട് ക്ലിഫ് എന്ന് പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് കാണാനാണ്. ഇത് അത്യാവശ്യം വളരെ ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നമുക്ക് കടലിലേക്കുള്ള ഒരു അടിപൊളി വ്യൂ ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിലേക്ക് പോകുന്ന വഴി കുറച്ച് ഓഫ് റോഡ് പോലെയാണ്. എന്നിരുന്നാലും സാധാ വണ്ടികൾക്കും പോകാം, കാരണം ഉറഞ്ഞു കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ സാധാ വണ്ടികൾക്കും പോകാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അത്യാവശ്യം നല്ല കോടമഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് വ്യൂ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മൾ ഷാത്ത് വ്യൂ പോയിന്റിൽ പോയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. നല്ല കോടമഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങളൊന്നും വ്യക്തമല്ലായിരുന്നു. ഇവിടെ കടലിരമ്പുന്ന ആ ശബ്ദം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാം, പക്ഷെ എന്നാലും വ്യൂ ഒന്നും നമുക്ക് ലഭിച്ചില്ല. ഇഫ്തിൽകോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ഒരു ടേബിൾ ടോപ്പ് പോലെയുള്ളൊരു സ്ഥലത്തേക്കാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. അവിടെ ധാരാളം ഒട്ടകങ്ങളുടെ ഫാമും ഒക്കെയുള്ള ഒരു ഏരിയ ആണ്. ധാരാളം ആൾക്കാർ ഈ ഏരിയയിൽ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഫുഡ് കഴിക്കുകയും അവിടെ എൻജോയ് ചെയ്യുന്നതൊക്കെ കണ്ടു. ഇതുവഴിയുള്ള ഡ്രൈവ് എന്ന് പറയുന്നത് വളരെ വൈബായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ മൂന്നാറിൽ അല്ലെങ്കിൽ വാഗമണ്ണിലൂടെയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു ഫീലാണ് നമുക്ക് ഇവിടെയും ലഭിക്കുക. ഞങ്ങളും അങ്ങനെ കുറച്ച് നേരം അതിമനോഹരമായ ഈ സ്ഥലത്ത് സമയം ചെലവഴിച്ചു. അപ്പോൾ ഏകദേശം ഇനിയിപ്പോൾ രാത്രിയാകാറായി. ഇനി നേരെ ഫുഡും കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ സലാലയുടെ അതിമനോഹരമായ ബാക്കി കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സലാലയൊക്കെ കാണാൻ പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഉടൻ തന്നെ സലാലയുടെ മറ്റു കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.